നമസ്കാരം. ഓം ഓം ഓം. കുജനം രമരാമിതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 33. ശൂർപ്പണഖ രാവണനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയുമൊക്കെയാണ്. രാവണൻ അല്പം മാത്രം കൊടുക്കുന്നവനും, അതായത് പ്രജകൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാത്തവനും, വളരെ ഗർവിഷ്ഠനും വളരെ ഷഠനുമൊക്കെയായ രാജാവാണെന്ന് ശൂർപ്പണഖ ആരോപിക്കുന്നു. അതുപോലെ തന്നെ സ്വയം കേമനെന്ന് അഭിനയിക്കുന്നവനാണ് രാവണൻ. ആരെയും അടുപ്പിക്കാത്തവനാണ്. ആപത്തുകളെപ്പറ്റി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാത്തവനാണ് രാവണനെന്ന് ശൂർപ്പണഖ കുറ്റപ്പെടുത്തുന്നു. വളരെ ജാഗ്രതയോടെ വർത്തിക്കുന്നവനും എല്ലാവരെയും ബഹുമാനിക്കുന്നവനും എല്ലാവരാലും ജയിക്കപ്പെടുന്നവനുമൊക്കെയാണ് നല്ല രാജാവ്. അങ്ങനെയുള്ള രാജാവ് വളരെക്കാലം വാഴുമെന്നും ശൂർപ്പണഖ രാവണനെ അറിയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 21, സർഗം 33. നയനാഭ്യാം പ്രസുപ്തോ വാ ജാഗർതി നയചക്ഷുഷാഃ വ്യക്തിക്രോധപ്രസാദച്ഛ സ രാജാ പൂജ്യതേ ജനൈകൈ. കണ്ണുകളടച്ച് ഉറങ്ങുന്ന നേരത്തും നയചക്ഷസ്സുകൾ തുറന്നു തന്നെ ഇരിക്കുന്നവനും ക്രോധത്തെയും പ്രസാദത്തെയും വേണ്ടും പോലെ പ്രകടിപ്പിക്കുന്നവനുമായ രാജാവിനെ പ്രജകൾ പൂജിക്കും. ശ്ലോകം 22. ത്വം തു രാവണദുർബുദ്ധിർ ഗുണൈരേതൈർവിവർജിതഃ യസ്യ തേ വിദിതച്ഛാരൈ രക്ഷസാം സുമഹാൻ വധഃ. രാവണ, ഭവാനാകട്ടെ ദുർബുദ്ധിയായി ഇപ്പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നതിനാൽ രാക്ഷസന്മാർക്കുണ്ടായ മഹാനാശത്തെക്കുറിച്ച് ചാരന്മാരിലൂടെ അറിയാൻ ഭവാന് കഴിഞ്ഞില്ല. ശ്ലോകം 23. പരാവമന്ത വിഷയേഷു സദ്ഗവാൻ ന ദേശകാലപ്രവിഭാഗതത്വവിത് അയുക്തബുദ്ധിർ ഗുണദോഷനിശ്ചയേ വിപന്നരാജ്യോ ന ചിരാത് വിപൽസ്യസേ. ശ്ലോകം 23ൻ്റെ അർത്ഥം: ശത്രുക്കളുടെ ശക്തി അളന്നറിയാൻ കഴിയാതെ ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നവനും ദേശം കാലം എന്നിവയുടെ തത്വങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്തവനും ഗുണദോഷങ്ങൾ വിവേചിച്ചറിയാനാവാത്തവനും രാജ്യം കൈവിട്ടു പോകുന്നവനുമായ ഭവാൻ കാലവിളംബം കൂടാതെ മുടിയുവാൻ പോകുന്നു. ശ്ലോകം 24, 33-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. ഇതി സ്വദോഷാൻ പരികീർത്തിതാംസ്തയാ സമീക്ഷ്യ ബുദ്ധ്യാ ക്ഷണദാചരേശ്വരഃ ധനേന ദർപ്പേണ ബലേന ചന്വിതോ വിചിന്തയാമാസ ചിരം സ രാവണഃ. 24-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇങ്ങനെ അവൾ തൻ്റെ ദോഷങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ രാവണൻ, നിശാചരേശ്വരൻ, ധനവും ദർപ്പവും ബലവും ചേർന്നവൻ, ബുദ്ധി ഉപയോഗിച്ച് വളരെ നേരം ചിന്തിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.